ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ വെച്ച് തന്നെ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ എന്തുമാവട്ടെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് നമ്മുടെ റൂം, നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാൾ, വിസിറ്റിംഗ് റൂം, അങ്ങനെ ഓഫീസ് റൂം എന്തുമാവട്ടെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇന്റീരിയർ ഡിസൈൻ അറിയുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു ഈസിയായ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ ആയിരിക്കും വരിക. ഇതിൽ 3 ഓപ്ഷൻസ് ഇതിൽ കാണാം. നിങ്ങൾ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ഫസ്റ്റ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കാണാവുന്നതാണ് 3 ഓപ്ഷൻസുകൾ. നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ മൊബൈൽ, നിങ്ങളുടെ വീടിന്റെ ഫോട്ടോസ്, നിങ്ങളുടെ റൂമിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിന്റെ അങ്ങനെ ഒരു ഔട്ട്സൈഡ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ നിങ്ങൾ മൊബൈലിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചൂസ് ഫ്രം ഗാലറി എന്നുള്ളത് കൊടുക്കുക. അല്ല, നിങ്ങൾ റൂമിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഈ ക്യാമറയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ റൂമിന്റെ ഫോട്ടോസ് അല്ലെങ്കിൽ കിച്ചന്റെ ഫോട്ടോസ് എടുത്ത് അതിൽ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം എന്നുള്ള ഒരു ചെയ്യാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്യാമറയുടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇതിൽ സെലക്ട് ചെയ്യുന്നു എംപ്റ്റി റൂം എന്നുള്ളത്. ഇതിൽ ഓൾറെഡി കുറച്ച് ഉണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ കാണാം, ഒരുപാട് റൂംസുകൾ ഇതിൽ കാണാം. ഇതിൽ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇനി ഈ റൂമാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഡിസൈൻ ഒന്നും അറിയാത്ത ഒരാളാണ്, എങ്കിലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ റൂം എംപ്റ്റി റൂമാണ്. ഇതിനെ നമുക്കൊരു ബെഡ്റൂം ആക്കി മാറ്റാം. ഇപ്പോൾ എങ്ങനെയാണ് നോക്കാം. ഇത് ഈസിയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ചുമരിന്റെ പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഒരുപാട് പെയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം എവിടെയാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. വേറെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ നിങ്ങളുടെ നോക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ബക്കറ്റാണ്, പെയിന്റ് ബക്കറ്റാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചു. ഇവിടെയും കൊടുക്കും.
ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തു. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ബെഡ്റൂം അല്ലെങ്കിൽ ഏത് റൂമും ആവട്ടെ നിങ്ങൾക്കും ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എനിക്ക് ഇത്ര ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്, ഞാൻ എൻ്റെ ഐഡിയ വെച്ച് ചെയ്തതാണ്. ഇനി നിങ്ങൾക്കിത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ പബ്ലിഷ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ ടൈറ്റിൽ കൊടുക്കാം. ഇവിടെ പബ്ലിക് ആണോ പേഴ്സണൽ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ സെലക്ട് ഏത് റൂമാണ് നിങ്ങൾ കൊടുക്കുന്നത്, ആ റൂം സെലക്ട് ചെയ്യാം. ബെഡ്റൂം സെലക്ട് ചെയ്തു. ശേഷം സേവ് കൊടുക്കാം. സേവ് ആവുന്നതാണ്. ഇത് നിങ്ങൾ ഈ സൈറ്റിൽ തന്നെ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് സേവ് ആക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോക്ക് കൂടെയുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലഭിക്കില്ല, പകരം എൻ്റെ യൂട്യൂബ് ചാനലാണ് ലഭിക്കുക. യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോക്ക് താഴെ അതിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിനു മുന്നേ ചെയ്ത വീഡിയോസ് ആണിത്. ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ഇവിടെ കണ്ടിന്യൂ റീഡിംഗ് എന്ന് കൊടുക്കുക. കണ്ടിന്യൂ റീഡിംഗ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കാണാവുന്നതാണ്. ഈ ലിങ്കിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണിക്കുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ആരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാവുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവരുടെ ലൈക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണാം നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് എന്ന്. ഇത് നിങ്ങൾ ഓക്കെ കൊടുത്താൽ, ഈ ക്ലിക്കിൽ നിങ്ങൾ ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ആവുന്നതാണ്. നേരെ ഡൗൺലോഡിംഗ് സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഇത് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്യുക. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവരും നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ബാക്കി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.